മൈക്രോഗോൾഡ് ഡെയിലി റംസാൻ ചലഞ്ചിലെ 500 രൂപയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കേട്ടോളൂ. അതായത് കേരളത്തിൽ ആദ്യമായി പണിത മസ്ജിദ് ഏത്? കേരളത്തിലാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി പണിത മസ്ജിദ് ഏത്? ഉത്തരം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. 3 പേർക്ക് വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. അതായത് ഈ ഒരു സംഭവം ഇതാ, ഇതൊരു ബ്രൈഡൽ സെറ്റ് ആണ്. ഈ ബ്രൈഡൽ സെറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. ഒരു മാലയുണ്ട്, അതായത് ആന്റിക്കിൽ വരുന്ന ലേറ്റസ്റ്റ് മാലയുണ്ട്, ഒരു വാക്സ് നെക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹാൻഡ് സെറ്റ് ഉണ്ട്, 3 വള വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു റിങ് വരുന്നുണ്ട്, ഒരു അടിപൊളി ഒരു കമ്മൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡെയിലി വെയർ വരുന്ന ഒരു പാർസൽ ഉണ്ട്. ഇത്രയൊക്കെ ഐറ്റം വരുമ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടോ ഒരു 15-18 പവനൊക്കെ വരുന്നുണ്ടാവും? പക്ഷെ അല്ല കേട്ടോ, വെറും 12 പവന് മാത്രമാണ് ഈ മനോഹരമായിട്ടുള്ള ഒരു ബ്രൈഡൽ സെറ്റ് വരുന്നത്. 12 പവന് മാത്രമല്ല, ഈ ഐറ്റംസ് നിങ്ങൾക്ക് വെറും 0% വരുന്നത്. അതായത് 1 രൂപ പണിക്കൂലി ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് തരുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. കാരണം ഇതൊക്കെയാണെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ആന്റിക് മാലൊക്കെ ആണെങ്കിൽ നല്ല പണിക്കൂലി നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇറ്റാലിയൻ ഡിസൈനിൽ വരുന്ന ഈ പാദസരം, ആംഗ്ലറ്റ്, ഇതൊക്കെ നിങ്ങൾ കൂലി വളരെ കൊടുക്കേണ്ട ഐറ്റംസ് ആണ്. ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് 0% തരുന്നുണ്ട്. നമ്മുടെ ഷോപ്പ് ആണെങ്കിൽ കാസർഗോഡ് ബെസ്റ്റ് ജംഗ്ഷൻ സമീപമാണ് വരുന്നത്. ഓക്കെ, കൂടാതെ നമുക്ക് കാഞ്ഞങ്ങാട്, ഹൊസൻഗടി, ഉപ്പള ബ്രാഞ്ചുകളുണ്ട്. എന്തായാലും നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ വിന്നറെ കാണാം. അതിനു മുമ്പ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമുക്ക് ആദ്യം നോക്കാം. എന്തായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പ്രമുഖ ശിഷ്യന്മാരിൽ ആദിൽ ഖുദാത്ത്, അതായത് ചീഫ് ജസ്റ്റിസ് എന്ന പദവി വഹിച്ച പണ്ഡിതൻ ആരാണ്? അപ്പോ കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ഇമാം അബു യൂസുഫ്, അതായത് ഓപ്ഷൻ സി ഇമാം അബു യൂസുഫ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ വിന്നർ എന്ന്. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ ഇതിൽ ലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റാറ്റ് കോൺടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ 500 രൂപയുടെ വിന്നർ നമുക്ക് ആരാണെന്ന് നോക്കാം. 4, 3, 2, 1, 0. ഇതിലെ വിന്നർ വരുന്നുള്ളത് ജയ്ഷു ഹബി ആണ്. ഒരു കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്, ഇമാം അബു യൂസുഫ്. അപ്പോ അഭിനന്ദനങ്ങൾ ജയ്ഷു ഹബി. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ പേജ് എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോ. ബൈ.